പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 32-ാം തിരുവചനം. യേശു അവിടെ നിന്ന് അവരെ വിളിച്ച് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി. ഈ തിരുവചനത്തിൽ അന്ധന്മാർ ഈശോയോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം എന്നാണ്. കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള അതിയായ ആഗ്രഹമാണ് ഈ അന്ധരുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഈ അതിയായ ആഗ്രഹം വെറുമൊരു ആശയല്ല, അവരുടെ വിശ്വാസത്തിൽ നിന്ന് വന്ന ആഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ഈശോയിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ അലിയുന്നതാണ് ഈശോയുടെ ഉള്ളം. ഈശോ ഉള്ളലിഞ്ഞാണ് അന്ധരുടെ കണ്ണുകളെ സ്പർശിച്ചത്. നമ്മുടെ വിശ്വാസത്തിന് മുമ്പിൽ, ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ അലിയുന്ന ഹൃദയമാണ് ഈശോയ്ക്കുള്ളത്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെ കൊടുക്കാം. ആ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ അലിയുന്ന ഹൃദയമുള്ള ഈശോ നമ്മളെ അനുഗ്രഹിക്കുവാനായി ഇന്ന് സന്നിഹിതനായിരിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.